ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്കാണ് കേട്ടോ യാത്ര പോകുന്നത്. ആക്ച്വലി ഇത് വെക്കേഷൻ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള മടി കാരണം ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഇതൊരു ഫാമിലി ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും കൂട്ടി കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വളവിൻ്റെ അവിടെ വെച്ച് വണ്ടി നിർത്തി അവിടെ നിന്ന് കഴിക്കുകയാണേ. അപ്പോൾ തേയിലത്തോട്ടങ്ങളെ നടുക്ക് വെച്ചാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. നല്ലൊരു വ്യൂ ഉള്ളൊരു പ്ലേസ് ആയിരുന്നേ. പൊന്മുടി കയറുന്ന ടൈമിൽ ഒരുപാട് പ്ലേസിൽ ഇങ്ങനെ വണ്ടി നിർത്തി നമുക്ക് കഴിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഈ വളവിൽ നിന്നപ്പോൾ ഈ വണ്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്നത്, അതേപോലെ KSRTC ബസ്സൊക്കെ വളവ് തിരിഞ്ഞ് കയറി വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് കേട്ടോ. മുകളിലോട്ട് കയറി പോവുകയാണേ. മുകളിലോട്ട് കയറി പോകുന്നതോറും തണുപ്പും കൂടുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ ചെവിയടപ്പും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീഡിയോസിന് കൂടുതൽ ഇടാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര വ്യൂസ് കിട്ടാത്തതുകൊണ്ട് വീഡിയോസ് ഇടാൻ വല്ലാത്തൊരു മടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല തണുപ്പുള്ള സമയമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പോയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കാഴ്ചകളെല്ലാം കാണാൻ പറ്റി. കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നതും കാണാൻ പറ്റി. പൊന്മുടിയിൽ ഞാൻ മുമ്പും പോയിട്ടുണ്ടെങ്കിലും ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊന്മുടി എത്താറായിട്ടുണ്ട് കേട്ടോ. അടുത്തടുത്തൊക്കെ കുറേ കുട്ടികളൊക്കെ ടൂറിന് വന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. അവിടെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഫുഡ് കഴിക്കുക, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പൊന്മുടിയിലെ ബോർഡും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാം കുറേ വണ്ടികളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഓരോ യാത്രകൾ പോകാനും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഒന്നും നടക്കത്തില്ല. പോകാനുള്ള കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളും അപ്പോൾ തന്നെ ചെയ്തു തീർക്കണം. ഇപ്പോൾ തന്നെ നോക്ക്, മഴയാണ് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മഴയുടെ സൗണ്ടാണേ. പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുന്നും മലയിലും ഒക്കെ ഞങ്ങൾ കയറി കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. മോൾക്ക് 1 വയസ്സോ 2 വയസ്സോ ഉള്ളപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ഓടിയിട്ടുണ്ടായിരുന്നു അവൾ. അതേപോലെ വീണ്ടും അവളെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട്. നടക്കുന്നതുകൊണ്ട് ക്ഷീണമൊന്നും തോന്നത്തില്ല കേട്ടോ, തണുപ്പായതുകൊണ്ടേ. ഇതൊരു ഫുൾ ഡേ ട്രിപ്പായിരുന്നേ. അപ്പോൾ രാവിലെ പൊന്മുടി പോയി പിന്നെ തിരിച്ച് നമ്മുടെ കാട്ടിലെ കടയിൽ ഫുഡ് കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് പോകാൻ നിന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് ഫുഡ് ഇല്ലായിരുന്നു. എല്ലാത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നതോ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയത്.